ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ പുതിയ വ്ലോഗ് ഗൈസ്. ഈദ് മുബാറക് ഗൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഞാൻ ഈദ് മുബാറക് വിഷ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഈദ് സ്പെഷ്യൽ വ്ലോഗാണ് ഇത്. അപ്പോൾ ഞാനിപ്പോൾ എഴുന്നേറ്റിട്ടുള്ളൂ. നമ്മൾ പള്ളിയിൽ പോകാൻ വേണ്ടി ഞാൻ കുളിച്ച് മാറ്റി റെഡി ആവണം. ഇന്നത്തെ ദിവസത്തിൽ നമ്മളെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ ഇതിൽ ഉൾപ്പെടുന്നതായിരിക്കും ഈ ഒരു വ്ലോഗിൽ. അപ്പോൾ എല്ലാവരും വ്ലോഗ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. നമ്മൾ എവിടേക്കൊക്കെ പോകുന്നുണ്ടോ, ആരൊക്കെ വരുന്നുണ്ടോ, ആരൊക്കെ കാണുന്നുണ്ടോ, എല്ലാ സംഭവങ്ങളും നമ്മൾ ഈ വ്ലോഗിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഞാൻ വേഗം പോയി കണ്ട് കുളിച്ച് മാറ്റി റെഡിയായി വരട്ടെ. എന്നിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ നമുക്കിത് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ പള്ളിയിലൊക്കെ പോയി വന്നു. ഇതാണ് എൻ്റെ ഈദ് ഷേർട്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. കണ്ടോ, ഒരു നേവി ബ്ലൂ ആണ്. ഞാൻ കറക്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാട്ട് പാടാൻ വന്നതാണ്. ഞാൻ പാടിത്തരാം. ഞാൻ ലിറിക്സ് ഒന്നും എടുക്കട്ടെ കേട്ടോ. എനിക്ക് കയ്യില മതി. ഞാൻ ഈ പാട്ട് പാടിത്തരാം. കേട്ടോ കേട്ടോ. രണ്ടിന പൂച്ചെണ്ടിൽ രാജസല്ലഭങ്ങളോ, പുന്നാരപ്പൂം കിന്നാരങ്ങളോ, കണ്ണോരം ഞാനും നീ എന്ന രാഗം, എന്നാളും നമ്മിൽ നിറയുമനകത്താളം, മരതകമഞ്ചും നീലമിഴികളിൽ കിനാക്കളോ, മരതകമഞ്ചലിലാടും മകരതാരുകങ്ങളോ, ചങ്കത്തിക മിന്നത്തുള്ളി ചെന്നത്തിണവായേ, ചിന്തപ്പുകൾ ഉമ്മത്തിന് ഹിമ്മത്തിണവായേ, എല്ലാം എൻ്റെ ത്വാഹ ചുതിച്ചൊല്ലാം ഇന്ന് വാവാ, മുത്തേയ മൗല കൺമണി റസൂല, നന്മനിലാവിൻ്റെ വസീല, ജയമരുളിടവേ ദീപമെൻ്റെ ജീവിത ജ്വാല. എനിക്ക് കഴിയണ മാതിരി ഞാൻ ആ പാട്ട് പാടിയിട്ടുണ്ട്. എന്താ പറയുക, നമുക്ക് ബാക്കി സംഭവങ്ങളൊക്കെ കാണാം. ഞാൻ ഇപ്പോൾ വീട്ടിൽ ഫ്രീ ആയിരുന്നപ്പോൾ എനിക്ക് ഈ പാട്ട് കേട്ടപ്പോൾ ഇത് പാടണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് പാടിയത്. എന്താ പറയുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. സൂപ്പർ പാട്ടാണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അടിപൊളി പാട്ടാണ് ഇത്. ഇങ്ങനെ ഇടുമ്പോൾ അങ്ങനെ മ്യൂസിക് ഒന്നും ഇടൂല. അടുത്ത പണ്ടത്തെ മാതിരി ഇതൊക്കെ പറയുന്നുണ്ട്. ഒക്കെ കാണും. എന്താ കണ്ടെന്താ ഈദ് മുബാറക്. ഒരു ഈദ് മുബാറക് പറയ്. പള്ളി പോണ്ടോ സ്കിപ്പിടെ നിസ്കരിച്ചാലൊന്നും പോക്ക് കിടക്കൂല. 2 വട്ടം നിസ്കരിച്ചു. ഒന്ന് ചുമ്മാ അങ്ങനെ ചെറുക്കൻ തിരിച്ചെത്തി. ഫുൾ പവർ. ഇതാണ് അവിടുന്ന് എടുത്ത കോസ്റ്റ്യൂമി. അങ്ങോട്ടോ മിസ്റ്റർ തക്കാളി നമുക്ക് അങ്ങോട്ട് ഇട്ടാലോ, ആകുമ്പോ സേഫ് ആയി. അതെന്നല്ലേ പറഞ്ഞ അങ്ങോട്ട് ഇടി. അപ്പൊ അതല്ലേ ഇത് അയ്യേ ഷൂല്ല. നിന്റെ അടുത്തുണ്ട് പള്ളിന്റെ ഇടാറ്. ഇതെന്താ കോട്ടയുടെ കോട്ട് ലീവാണ്. ചേച്ചിയുടെ സാരി പുറത്തു. മനുഷ്യ സ്നേഹികളല്ലേ, അപ്പൊ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണ്ടേ. അവിടുത്തെ ഇറങ്ങൂല, പുറത്തിറങ്ങൂല, പള്ളിയേക്കില്ല. പള്ളിപ്പോടാ വേഗം പോരി. ഞാൻ എന്റെ പേര് പോന്നാട്ടോ. പേര് അയച്ചില്ല. എടാ തോരപ്പന്മാരെ പള്ളി പോകണ്ടേ നമുക്ക് ഇവിടെ പള്ളി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പ്ലീസ് വാട്ട് റോട്ടിന്റെ നടുക്ക് വരുന്നുണ്ട് തോന്നുന്നു. ഷർട്ട് നീല ഷർട്ട് സീന്. പക്ഷെ ഞാൻ പോയടത്തൊന്നും നീല ഷർട്ട് ഇല്ലല്ലോ. എടുത്തില്ല. അക്ഷയ് ലിഫ്റ്റ് കൊടുത്തു. അത് 2 പേർക്ക് സ്കൂട്ടറില്.
ദിൽഷാദ് വിചാരിച്ചിട്ട് ഓ കണ്ടന്റ് കിട്ടി ഞാനാ നോക്കിയിരിക്കുക. ഓ ക്യാമറ അടച്ചിട്ട് തല മറന്നിരിക്കുന്നുണ്ട്. അനക്ക് പേരറിയോ? ആ അതിനാണ് ഇന്നെ ഇതിന്റെ ഉള്ളിൽ പിടിച്ചെടുത്തേക്കുന്നത്. പിന്നെയും ബാക്കിൽ എടാ എന്റെ വീട്ടില് മറ്റേ സാധനം ഉണ്ടോ? സ്വന്തം വീട് പോലെ കരുതി ചെരുപ്പ് ഇരുന്നാട്ടിക്കട്ടെ. പുതിയ അല്ലേ? സ്കൂട്ടർ ഇവിടെ ഉണ്ടാവും. ഓ ഞാൻ ബാക്ക് വെച്ചോളാം. എന്റെ വീട്ടിൽ പോകുമ്പോ പകൽ കമ്പ്യൂട്ടർ ഇതോ കളറ് വരാതെ നന്നായില്ല ഇതൊക്കെ കിട്ടാണ്ട്. എപ്പോ നമ്മള് നേരെ എന്റെ വീട്ടിൽ പോകുന്നത് ഇവര് പടത്തിന് പോലെ വൈകുന്നേരത്ത് എനിക്ക് പറ്റൂലേ, ഞാൻ പോലെ. ഇത് കഴിഞ്ഞിട്ട് നമ്മള് പോയ പടത്തിന് പോവാ. ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് എത്ര മണിക്കാ പടം? 3 മണിക്ക്. 3 മണിക്കല്ലേ? ഇയാളെ മെയിൻ പരിപാടിയാണ്. 2:30ക്ക് നമുക്ക് 4 മണിക്ക് നമുക്ക് ചായ കുടിച്ചു. 6 മണിക്ക് ശേഷം നോക്കട്ടെ. ഫോണാണ് എന്റെ നെറ്റ് കണക്ട് ചെയ്തിട്ട് ആദ്യം ചീത്ത റെക്കോർഡാണ്. അത് മാത്രം എടുത്തിട്ടോണ്ട് കേട്ടോ, വേറെ ഇവൻ കേറി വന്നിരുന്ന ഒരു ചീത്ത ഞാൻ പറഞ്ഞു. അനന്തോ ഇത് മാറുന്ന സമയത്തുണ്ടല്ലോ ആ ഒരു പരിചയമാണ് ടൈമില് നേരെ തന്നെ അമ്മായി കൊണ്ടുപോയത്. നിങ്ങളൊക്കെ ജെൻസി, ഞാൻ മാത്രം നാടൻ തനതായ രീതിയിൽ മുണ്ട് കേരളത്തിലെ പിള്ളേർക്ക് ഇതാണ് അടുപ്പിച്ചതാണല്ലേ? തൃശ്ശൂർക്ക് പ്രമോഷൻ ഭയങ്കര കംഫർട്ടബിൾ. ഇറങ്ങി ഉണ്ടേക്കായോ നിങ്ങൾക്ക് കൂടുതൽ ആളുണ്ടേ, ഇതൊക്കെ റീഫിൽ ചെയ്യാൻ ആളുണ്ടേ. ഇതവിടെ വിളിച്ചോടെ നമ്പർ നോക്കില്ലല്ലോ. എന്ത് ടിക്കറ്റ് കിട്ടിയില്ലേ? ഒരു പടത്തിനുമായി ഞാൻ അല്ലായിരുന്നു ഇത്രയും ആശിച്ചിട്ട് പിന്നെ കിട്ടാക്കുമ്പോ ഞാൻ മുതൽ പടത്തിന് കൊണ്ടുവരാൻ എങ്ങനെ എടാ നിങ്ങക്ക് അങ്ങനെ പിടിച്ചിക്കണി എന്തേലും അൺകംഫർട്ട് ഫീൽ ചെയ്യോ? നാലെല്ലാം കിട്ടി. എടാ ഞാൻ അങ്ങനെ പിടിച്ചു നിങ്ങൾക്ക് വല്ല അൺകംഫർട്ട് ഫീൽ ചെയ്യണ്ടോ? ഇല്ലല്ലോ. എടാ അത് ചെയ്യാൻ വരുന്നുണ്ട്. ഓനെ വിളിച്ചിട്ട് നമ്മളെങ്ങനെ ടേബിൾ സീക്രട്ട് എന്താ പറഞ്ഞേ? സെന്ററിലിരുന്ന് എല്ലാം കിട്ടും. എന്റെ മോനെ അറ്റത്ത് വരുന്ന ഇങ്ങനെ കിട്ടാം. പെരുന്നാളൊക്കെ മിതമായിട്ട് കഴിക്കാൻ നിന്നാല് പറയടോ. ഇതാണ് എന്നിട്ട് എന്നെ കൂട്ടാത്ത വ്ലോഗ് എടുക്കാന്ന് പറയുന്നത്. എന്തോട്ടെ ഫുഡാണോ? എന്തോട്ടെ ആൾ ടെൻഷൻ വെള്ളമൊക്കെ എടുത്ത് വിളിച്ചിട്ട് അടുപ്പിച്ചത് പത്തിരും. അത് പൈസ ഉണ്ടായോണ്ടാണ്. ഇയാള് മറ്റേ ഞങ്ങളൊക്കെ ഇതാണോ മനസ്സിലായോ? പെരുന്നാളത്തെ എല്ലാവരും പള്ളിയിലും കാണാൻ പോണ ഡ്രസ് കണ്ട് റീലുണ്ടായില്ലേ? ജനറേഷൻ പിന്നെ ഇവരെ പേടിക്കണേ. 2K ജെയ്സൺ
ഇവനോ എനിക്കൂട്ടം നീന്നല്ലേ പൊട്ടിക്കാൻ ഇറങ്ങാണ് കാര്യം നമ്മള് 3 പേരുള്ളൂ പറഞ്ഞാടല്ലേ പറഞ്ഞ അല്ലേ പറയൂ പറയടോ പേരുണ്ടല്ലോ എന്റെ വാപ്പ ഉച്ചക്കന്നെ അറിഞ്ഞു ഇതാണ് ഉച്ചക്കന്നെ പോയിട്ട് ഒന്നും നോക്കില്ല ഫീഫ പണ്ട് ചെറുക്കുമ്പോ മാറ്റിയത് പണ്ട് 2-3 മാറ്റുക പിടിപാടില്ല ഓരോ ഗുണങ്ങള് അല്ല ഇനിയിപ്പോ ഓല് നിർത്തിയിട്ടില്ലെങ്കിൽ പോലെ എതിരെ കള്ള കേസ് കൊടുക്കും മറ്റേ കണ്ടില്ലേ ഒരു ന്യൂസ് അടിയില്ലേ ഇതിലൊക്കെ കുറച്ച് എത്തിക്സ് മാത്രം കുറെ ട്രെയിനർമാരുണ്ട് ശാസ്ത്രീയ പാട്ട് നമ്മളെ ഈദ് മുബാറക് എല്ലാവരോടും അറിയിക്കുകയാണ്. നമ്മൾ ദിൽഷാദിന്റെ വീട്ടിൽ പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി വന്നതായിരുന്നു. ആ കാണുന്നത് ആഘോഷം, ഈ കാണുന്നത് ഐമൻ. സ്വന്തം മത്തായി. നിങ്ങൾക്ക് വേണ്ടി പെരുന്നാൾ ദിനത്തിൽ ഞാൻ ഒരു പാട്ട് ആലപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. മനസ്സിലായില്ലേ? മൈക്കോണാക്കട്ടോ ചെമ്പരച്ചടി കൊടുത്ത ചിമ്പിയോ പാടുപാട് രസമുണ്ട് പാടോ അഖില ഇങ്ങോട്ട് തന്നെ പാടാൻ ചെറുത്തുള്ളേക്ക ഇതൊക്കെ അവോർഡിംഗ് നമ്പർ 1. ഇപ്പൊ ഇങ്ങനത്തെ പാട്ടൊക്കെ ചെമ്പരത്തി അടിക്കോ ഏതൊരു പാട്ട് അടിക്കോ നാരങ്ങ പാല അടിക്കോ അല്ലെ എന്റെ മറ്റോട് അങ്ങനെ പറയരുത്, അപ്പൊ എനിക്ക് പോകും. പാട്ട് ഞാൻ പാടിത്തരും. നേരെ അടിക്കോ ശരിയാ. ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ സുഗന്ധമായവൾ തഴുകുന്നില്ലേ സുവർഗത്തോപ്പിലൂറിയെപ്പോലെ മഞ്ഞത്തിയായ ഒരു പെണ്ണിവളല്ലേ പരാഗരേണു പിരിയുമ്പോഴേതോ നിന്നും ഇല തെറ്റി വീണ രണ്ടിണകൾ നമ്മൾ
രേണുകേ നാം കരിമ്പിൻ പരാഗരേണു അകലേക്കു മറയുന്ന ക്ഷണഭംഗികൾ കട്ടില മലയാളൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യാനോ വായിച്ചു പാടണം വക്കീലല്ലേ. രേണുകേ നാം അകലേക്കുമായുന്ന ക്ഷണഭംഗികൾ ഫോണടിച്ച് അതാണ് ശൂന്യൻ. പറയാം ശൂന്യല്ലേ? പ്രണയമില്ലാത്ത എല്ലാവർക്കും വേണ്ടി നമ്മൾ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക. ഒരു വട്ടം മുത്തുകളവിടെ കലഹിക്കും പലവട്ടം ഇതൊന്നും അങ്ങോട്ട് വെച്ചാ പാടി മണ്ണും മഴയും പ്രേമിക്കും നേരം കാറ്റും മരവും കെട്ടിപ്പുണരും പൂവും കുയിലും കൂട്ടിയിൽ തേടുമ്പോൾ പാടുന്ന പാട്ടെല്ലാം പ്രേമഗാനങ്ങൾ. പൂങ്കാവനമില്ല, പൂത്ത പടമില്ല, ചുറ്റിക്കിടങ്ങുവാൻ വാഹനമൊന്നില്ല. താമര ചേരുള്ള സുന്ദരി പെണ്ണെ നീയോ മനത്തിങ്കളെ ചേരുമോ മാനത്തിൽ. പാലാണ് പ്രേമം, തേനാണ് പ്രേമം, കടലിൽ കതിരിട്ട പ്രേമം. മണ്ണിതിൽ സ്വപ്നം നിർവികാര ജീവിരുന്ന് പാടുക. പ്രേമം കടലിൽ കതിരിട്ട പ്രേമം. മണ്ണിതിൽ സ്വപ്നം കൊണ്ട് പ്രേമം. പ്രേമിച്ചോരെല്ലാം നാശത്തിലാണ്, പ്രേമം വിശക്കണിയാണ്. എന്തിനു എന്തുകൊണ്ട് കിട്ടിയാ പറഞ്ഞ അതിലിട്ട് അങ്ങനെ എനിക്ക് കിട്ടിയൊന്നല്ലേ? ഞാൻ പണ്ട് ഫിഷ് ഓയിൽ ഇവര് എന്താ ജിമ്മക്ക് വരുമ്പോ എന്റെ ബാഗിൽ നിന്ന് ഫിഷ് ഓയിൽ എടുത്ത് കഴിക്കും. ഒമേഗ അങ്ങനെയൊക്കെ വരും. ഒമേഗ ഏതി അല്ലിമലക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ രാവിൽ ദൂരെയൊരാൾ മരച്ചോടി. ജെൻസി 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 എവിടെ കേട്ടിക്കുന്നത്? ജൂപ്പിറ്റർ മഴലനയം ചന്ദ്രനെ നോക്കിയിരിക്കാം. ചൊവ്വേലൊരു മാളിക പണിയാം നിനക്കായി ഞാൻ. തിരികെ വരുമോ നീ എന്നരികിലണയുവാൻ സ്വപ്നങ്ങൾ താരി. അനുരാഗം വീട്ടും ഗന്ധർവൻ ഈ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ. ആകാശത്തോപ്പിൻ മണിവിളകിലക്കണ കയ്യാലെ വിരലൊട്ടി വിളിക്കണതാരാണ്. ശ്രുതി മുഴകണതാരാണ്. ഓ വിളക്കിന്റെ നാദം പോലെ തൂവൽ വീശും മയപ്രാവേ. ഓ കളിയാടി മണിവിളകിലിങ്ങണ കയ്യാലെ വിരൽ ചുട്ടി വിളിക്കണതാരാണ്. ഇതിന്റെ അടുത്ത പോർഷൻ എന്ത്? പിന്നെ ലിറിക്സ് നോക്കിയിരുന്നു. ഇല്ല, അതൊന്നും പ്രശ്നമില്ല. बारिश
പങ്കുലങ്കുള്ളോളെ പങ്കുലങ്കുള്ളോളെ താമരപ്പൂ. നല്ലൊരു ഇത് നമ്മളെ ജിമ്മത്തെ ട്രെയിനർ അമീൻ, ഇത് ഐമൻ, ഇതാണ് വക്കീൽ അൻസിഫ് വക്കീൽ. ഇവന്റെ അൻസിഫ് ജമ്മു പഠിച്ചേ ഇവനെ നന്ദു. പോലെ അക്ഷയേ അത് എടുത്തു. ചെറിയ പൂവിൻ ഡെഡിക്കേഷനാണ്. അതെ വരാ എന്ത് പറയാ അമ്മയെ കുറിച്ച്? ബ്രോ ഞാൻ എടുക്കണ്ട് ചാടിയ വീഡിയോയിൽ കിട്ടിയില്ലല്ലോ. ഓട്ടോമാറ്റിക് ചാടി. അക്ഷയ് 16 Pro എടുക്കണ്ട്. നന്ദു എന്ത് പറയാ? എന്താ പറയാ, നമ്മള് പമ്മീന്റെ വീട്ടിലാണുള്ളത്. എന്ത് +2 റൈസും ചിക്കനൊക്കെ പിന്നെ എന്റെ അനിയനോണ്ട് പറയാ മഹാമോശം. എന്നെക്കാ മോശം ജന ഗുഡ് ബോയ്. അർത്ഥം കൂടി മനസ്സിലാക്കി. കോഴിനൊക്കെ വറുത്ത് തിന്നണ തക്കാളി ബിരിയാണി കഴിഞ്ഞു. പക്ഷെ ഇന്ന് കേരളത്തിലെ എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന ഒരേ ഒരു ഭക്ഷണം ബിരിയാണി അല്ല, ഒരേ സാധനം ബീഫ്. ചിക്കനും ബീഫ്. ഒന്നല്ല രണ്ട് സാധനം ഇതിപ്പോ പ്രോട്ടീന് പഞ്ചം വന്ന അഞ്ച് നോട്ടം നോക്കി നീ ഒന്ന് പോയടാ. നീ എടുത്തിക്കണെന്ന് മനസ്സിലാവരുത്. അമ്മീനൊന്നും കൊടുക്കണില്ല. പ്രോട്ടീൻ ഒക്കെ വന്നാണ് തിന്നാ. ഓളെ പൂച്ചനെ തിരിച്ചിട്ട് ബാക്കിൽ പ്രോട്ടീൻ ഹൈ പ്രോട്ടീൻ പിന്നെ കുറച്ചൊന്നും മറ്റേത് കയറട്ടാ ഡോൺ എന്താണ് അടുത്തല്ലത്തില് വാങ്ങണ്ടായില്ലെങ്കിൽ മേലെ കയറ്റിപ്പിടി. അന്നൊന്നും കാട്ടിലടോ ഇയാൾ ഇത്രയും വലിയ ശരീരം വെച്ചിട്ട് സൂം ചെയ്തെടുക്കേ. ഞാൻ പറയാം. നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, പാർട്സ് ഉണ്ട്, ബീഫ് ഉണ്ട്, പിന്നെ സാലഡ്, ചമ്മന്തി, പപ്പടം. ഓക്കെ ഫുഡിനെ കുറിച്ച് എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കിയോ? കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ടെന്നെ പോവല്ലേ? അടിക്കൂലേ? അടിക്കൂല. തരാടോ കണ്ടില്ല. പക്ഷെ എന്താ എന്താ അഭിപ്രായം പറയാം? നല്ലൊരു പടം. ഇപ്പൊ ഒരു തൃപ്തില്ലാത്ത എൻഡായി. അടുത്ത കാണാനുള്ള തൊര ശരി രസമല്ലേ? റയാനൊരു പടത്തിനെ കുറിച്ച് എന്തെങ്കിലും? സെക്കൻഡ് ഹാഫ് പോയത് അറിഞ്ഞല്ല. അവിടെ എല്ലാരും പെരുന്നാൾ ഡ്രസ്സാണ് പോലെ. പടം എൻഗേജിങ്. ഫസ്റ്റ് ഹാഫ് വലിയൊരു സെക്കൻഡ് ഹാഫ് എല്ലാം കോഫിക്ക് പൈസ ചെലവാക്കിയത് മുതലായി. എല്ലാരും പെരുന്നാൾ ഡ്രസ്സാണെങ്കിൽ പെരുന്നാൾ ഡ്രസ് മാത്രമേ അതായത് എന്താ ഡ്രസ് അഞ്ചൂടെ ചെരുപ്പി കുപ്പായം വള പാൻറ് അസീബ് ആവാലോ. എല്ലാവരും കളി വേണം. എന്റെ പൈസ ഞാൻ കൈ തരണത് അക്കൗണ്ട് വേണം. അക്കൗണ്ടിലാണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. പെരുന്നാൾ ഡ്രസ് പെരുന്നാൾ ജിഫിനാണ് ഫോർമൽ ലുക്ക്.
ആ ഒരു പൈസ അല്ലേ വന്നിക്കണി നാളെ എവിടേക്ക് വെറുതെ എന്തേലൊക്കെ പൈസ കിട്ടിയതാണ് അപ്പൊ ഓരോ ഭാഗത്തായി ഇന്റവും പോയി പെരുന്നാ പൈസ കിട്ടി ഫോൺ ഡിസ്പ്ലേ ഇല്ലേ മറ്റീന്റെ പൈസ കയ്യിലൊന്ന് പോയി ഇമ്മറിനു ആ പൈസ അതെ കടന്ന് കാണണം ഇത് കാല് വെച്ച ഈ ചന്തിയൊക്കെ സോഡ കുടിച്ചേ സോഡാതി കുടി എങ്ങനെ ശക്തമായി നടപടി സ്വീകരിക്കും. അതിന് ഇഞ്ചി കൊടുക്കണ പൈസക്ക് ഒരു 0 കൂടി കൂടുതൽ കിട്ടായി കടന്നു എങ്ങനെയും കാണാം ആളുകളുടെ സാധാരണക്കാർക്ക് സിനിമ കാണണം. $45 എനിക്ക് ഇതിന്റെ വില കറക്റ്റ് ശരിക്കും അറിയില്ല. ₹80 എന്റെ ചെയ്തോ അതെ അക്കൗണ്ട് റെഡി ആകാൻ കിട്ടരും അക്കൗണ്ട് റെഡി ആവണം. എങ്ങനെ ഉണ്ടായിരുന്നു പടം? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എനിക്ക് പറ്റിയോ ആടി അയച്ചു പിന്നെ കരുതി കൊറേ ആയി പറഞ്ഞ നടക്കാറ്. അങ്ങോട്ടാ ഞങ്ങള് വണ്ടി എടുത്തിട്ട് വരാം. ഞാൻ അവന്റെ വീട്ടിൽ പോയിട്ട് വണ്ടി മുത്തേ ബ്രോ ഇതാത്തി പടം പറയേ റിവ്യൂ പറയേ ഇജ്ജിപ്പൊന്ന് ആക്കാൻ പോയതാ? പടം എന്ന് പറയുമ്പോ ദുരന്തരം എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു. മനസ്സിലായോ? അയാൾ ഉറങ്ങി 4 മണിക്കൂറിൽ 3 മണിക്കൂർ ഉറങ്ങി 1 മണിക്കൂർ കൂക്കി. ഓയ് കാക്കേ ജോറെ അടിപൊളി അടിപൊളി പറ്റി നല്ല പറ്റി സൂപ്പർ പടം. ഏറ്റവും പറ്റിയ ഭാഗം പറഞ്ഞ സിനിമ പോയില്ല. അത് കുഴപ്പമില്ല, ഞാൻ എന്തായാലും കാണാൻ പോകുന്നില്ല. ധൈര്യമായിട്ട് വ്ളോഗ് ഇറങ്ങുന്ന ആൾക്കാർക്ക് അത് മോശമാവും. ആ പിന്നെ എല്ലാവരും തല്ലി അതാണ് ഏറ്റവും പറ്റിയ ഭാഗ്യം. പടയോ പ്രിന്റ് ഇറങ്ങിയോ? ഓന് പടം തുടങ്ങിയ മുതലേ വീഡിയോ ഇത് തുടങ്ങിയ എത്ര കോട്ടിൽ മുടക്കി എടുത്ത പടാണ്. അത് സ്പോയിലർ ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞു നിർത്തിച്ചു. അപ്പൊ പറഞ്ഞ മാരൊക്കെ നിങ്ങൾ പോവാ? 6 മണിക്ക് നീപ്പിക്കാൻ പറയണ എന്നോടാ. ഞാൻ 8 മണിക്ക് നീക്കും. എങ്ങോട്ട് വരുന്നേ? ഞാൻ നാളെ 7 മണിക്ക് ജിമ്മിൽ വരും. അമ്മ ഉണ്ടാവില്ലേ? അമീന് നാളെ ലീവാണ്. ആണോ? അമീൻ നാളെ ഉച്ചക്കുള്ള പണി. കാണോ നാളത്തെ കളി എന്താണ്? നോക്കില്ലേ ഒരു ഇത് പറഞ്ഞോ ബ്ലോഗ് നിർത്തണി. ഞാൻ നിങ്ങളെ കാത്തിക്കാനോ നിങ്ങളെ കാത്തിക്കേനു ഇതൊന്നും നിർത്തിച്ച് അപ്പൊ ഒരു ടാറ്റ പറഞ്ഞാൽ വേണ്ടോ? ഈ പ്രസംഗമൊന്നും വേണ്ട. ഞാൻ അങ്ങനെ നന്ദി പറയല്. ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഈദ് മുബാറക്. അതൊന്നും വേണ്ട. അങ്ങനെ ഓ ജി എന്നെ കൊയങ്ങിയില്ല. ഓക്കെ കാണാം. ഇല്ല കാണാം. അടുത്തൊരു വ്ളോഗിൽ കാണാം. പോവാം പോയി.